ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. അങ്ങനെ ഒരുപാട് ദിവസം ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഇതുവരെ സർവീസും കാര്യങ്ങളും നടന്നില്ല. അപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ബാഗിനകത്ത് നമ്മൾ സർവീസ് ചെയ്യേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൈഡേഴ്സ് കഫേയിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞിട്ട് പോകുന്നത് വെച്ചാൽ പോകുന്ന വഴിയിലാണ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഷോപ്പിൽ പോകും. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ. ഫ്രണ്ട് ടയറൊക്കെ ഓക്കെയാണ്, ബാക്ക് ടയർ മാറണമെന്ന് വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ അത് ഇതുവരെ നടന്നില്ല. എന്തായാലും നമ്മൾ സർവീസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ബാഗിലെടുത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിലവിലുള്ള കണ്ടീഷൻ ഇതാണ്. വേറെ മാറ്റങ്ങളൊന്നും വരില്ല. ഇപ്പം ഡിസ്ക് പാഡും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ കാണിച്ചാൽ എത്രത്തോളം തേഞ്ഞ് തീയുന്നൊന്നും ഡിസ്കിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയൊന്നും. ഇപ്പോൾ കിലോമീറ്റർ വന്നിട്ട് 18,000 എത്രയായി നോക്കട്ടെ, 18,324 കിലോമീറ്റർ ആയിട്ടുണ്ട്. സർവീസ് ടൈം ആയില്ല, ഇനി ഒരു 19,000 മാറുന്നത്. പക്ഷേ എന്തായാലും ഞാൻ മാറാമെന്ന് വിചാരിച്ചാണ് ഇപ്പം തന്നെ എടുത്തത്. പിന്നെ നമ്മൾ ടയറിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടില്ലേ, ഈ ഒരു കണക്കിനായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തേഞ്ഞു, നല്ല പോലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ടയറും മാറേണ്ട പരിപാടിയിലാണ്. എന്തായാലും സർവീസ് ചെയ്ത് എപ്പോൾ കിട്ടുമെന്ന് അറിയാം. 2 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ത്രോട്ടിൽ ബോഡി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനി കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ സ്ഥലം വരെ പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇപ്പോഴത്തെ കണ്ടീഷൻ. വേറെ വണ്ടി കാണാനുള്ള ലുക്കിലൊന്നും വ്യത്യാസം വരില്ല. എന്നാലും സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടിക്കുമ്പോഴൊക്കെ മനസ്സിലാവും, നല്ല ചേഞ്ച് വരും. ഒരു 5,000 ബഡ്ജറ്റുള്ള സാധനമാണ് ഇതാ ബാഗിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അവിടെ കൊണ്ടുവന്ന് അഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഇന്ന് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഓയിൽ ചേഞ്ച് എത്ര സമയത്തിനകത്ത് ചെയ്ത് തരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ കുറച്ച് ഇവിടെയൊക്കെ ഓയറിങ്ങിലൊക്കെ നമുക്ക് ടാപ്പൊക്കെ ചുറ്റാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി അല്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. കാണുന്നവരെന്തായാലും ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോ കാണാൻ നോക്കും. എന്തായാലും ഈ ബാഗ് എടുത്ത് തൂക്കണം. ബാഗ് തൂക്കിയിട്ട് ഒരുപാട് കാലമായി. ഇങ്ങനത്തെ ബാഗ് തൂക്കാറില്ല, പക്ഷേ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് എടുത്തതുമില്ല. അപ്പോൾ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ബാഗ് എടുത്ത് തൂക്കി ഓപ്പറും കാര്യങ്ങളൊന്നും ഫോൺ വെച്ചാണ് ഷൂട്ട് ചെയ്യണം. ഹെൽമെറ്റൊക്കെ എടുത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടിയൊക്കെ വരാൻ നോക്കിയിട്ട് എന്തായാലും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങ് പോവാം. എന്തായാലും ഇനി അടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ സർവീസ് ചെയ്യണം. കാരണം ഓയിലിൻ്റെ കുറവുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓയിൽ കുറഞ്ഞതെന്നൊന്നും അറിയില്ല. ഞാൻ സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 8,500 കിലോമീറ്റർ ആയുള്ളൂ. സാധാരണ 10,000 ചെയ്യാൻ പറഞ്ഞത്. എന്നാലും ഞാൻ 9,000 ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഓയിലിൽ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് എന്തായാലും വണ്ടി സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് 4,900 രൂപ ഇപ്പോൾ ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ആയി. ഇത്രയും കൂടുതലായത് ബ്രാക്ക് പാഡ് വാങ്ങിച്ചുകൊണ്ടാണ്. ഏകദേശം 2,200 അടുപ്പിച്ച് ബ്രാക്ക് പാഡിന് മാത്രമായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സർവീസ് കോസ്റ്റ് എത്രയാണ് നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കാരണം 2 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ഒക്കെ ഉണ്ട്. വണ്ടി സെറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. വണ്ടി ഈ ഒരു സ്മൂത്തിനൊക്കെ മാറി അടിപൊളിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഞാൻ എടുത്ത് പറഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഫോൺ പിടിച്ച് അധികം വീഡിയോ എടുക്കുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോൺ അടച്ച് വെച്ചിട്ട് എന്തായാലും ഷോപ്പിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇപ്പം കിലോമീറ്റർ എത്രയായി? 18,325 കിലോമീറ്റർ ആയി. കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും 500 കിലോമീറ്റർ കൂടെ 9,000 കിലോമീറ്റർ ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ ഷോപ്പിൽ പോയിട്ട് കാണാം. ഷോപ്പിലെത്തി. അപ്പം എൻ്റെ ഓയിൽ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ട് ഓയിൽ ഫുള്ളായിരിക്കും. നേരത്തെ ഇതിൽ നിന്നും കുറവായിട്ടിരുന്നു. ഇപ്പം നിറഞ്ഞിപ്പോൾ ഉണ്ട്, പക്ഷേ നേരത്തെ ഇതിൽ നിന്ന് കുറവായിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ത്രോട്ടൽ ബോഡി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ വണ്ടി കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അതിൽ നമ്മൾ ഷോപ്പിലെത്തി. ഇനിയിപ്പം പണി തുടങ്ങാം. ബ്രേക്കൊക്കെ പക്കി.
പിന്നെ വാങ്ങിയിട്ട് വരുന്നില്ല ഉണ്ടോ ആ ഒരു വഴി വണ്ടിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലെത്തി. കാരണം അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ടൈമായി. 2:30 മണി വരെ നമ്മൾ വണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നു. കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വന്നു. അപ്പം ബാക്കി വീഡിയോസൊക്കെ ചേട്ടൻ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇനി പോയി വണ്ടി എടുക്കണം, വണ്ടി റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇനി പോകുമ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ത്രോട്ടിൽ ബോഡി കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. കാരണം അതിൻ്റെ മീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ത്രോട്ടിൽ ബോഡിയൊക്കെ ഓക്കെയാണ്, രണ്ടും പക്കയായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് കുറേ പൈസ ഞാൻ ലാഭിച്ചു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടി പോയി എടുക്കാം. നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്യുന്നതും അല്ലാതെ അതിൻ്റെ ഒരു ബ്രേക്ക് പാഡൊക്കെ വെക്കുന്ന മാത്രമേ വെച്ചോളൂ. എന്തായാലും അതൊക്കെ ഫിറ്റ് ചെയ്ത് അത് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും പോയി വണ്ടി എടുക്കണം. അപ്പോൾ എന്തായാലും ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉറക്കപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ഫ്രണ്ട് വരുമ്പോൾ അവൻ്റെ വണ്ടി കയറി നമുക്ക് ഷോപ്പിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ടും കൂടെ കാണാം. നമ്മളെ വണ്ടിയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഓട്ടിച്ച് നോക്കി. ബ്രേക്കൊക്കെ ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ, കുറച്ച് ലൂസായിട്ടുണ്ട്. അത് പറഞ്ഞു നോക്കാം. ജസ്റ്റ് ഒന്ന് ഓട്ടിക്കാൻ വന്നതാണ്. വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്തായി സെറ്റായിട്ടുണ്ട്. വേറെ ഒന്നും തോന്നുന്നില്ല, കാരണം ഓയിൽ ചേഞ്ച് മാത്രമല്ലേ ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം ത്രോട്ടിൽ ബോഡി ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അതിൻ്റെ ഒരു ടെസ്റ്റർ വെച്ച് നോക്കിയപ്പോൾ അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. നമ്മളുടെ ബ്രേക്ക് പാഡ് മാറിയപ്പോൾ കുറച്ച് നേരത്തെ നല്ല ടൈറ്റ് ആയിരുന്നു, ഇപ്പം നല്ല ലൂസായിട്ടുണ്ട്. ഒന്ന് പോയി ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്ന്. നമ്മൾ ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഷോപ്പിലോട്ട് ഒന്നുകൂടെ തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വേറെ പണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക് ഇനി കറക്റ്റായിട്ട് ലോഡായി വരുമെന്നാണ് പറഞ്ഞത്. കാരണം നേരത്തെ ഇവിടെ നിന്നേ പിടുത്തമുണ്ടായിരുന്നു, ഇപ്പം എന്താ ഇത്രയും പോവും. അപ്പോൾ ലോഡായി വരുമെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും അധികം ചെയ്തിട്ടില്ല. ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഓയിൽ സർവീസല്ല, ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത്, ബ്രേക്ക് പാഡും ചേഞ്ച് ചെയ്ത്, പിന്നെ നമ്മളെ ഫ്യൂൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ ഇത്ര ചേഞ്ച് ചെയ്തോളൂ. പിന്നെ നമ്മളെ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മളെ പണി ഇന്നായിട്ടുള്ളത്. പക്ഷേ സമയമെടുത്തു, കാരണം കാലിബറിലൊക്കെ നല്ല ടൈറ്റായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അത്യാവശ്യം സമയമെടുത്തു. അപ്പോൾ രാത്രി തന്നെ നമ്മൾ ഈ വീഡിയോ എൻഡാക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഒറ്റ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് പോയത്. ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം കൂടെ എടുത്തേനെ, കാരണം അത് അത്യാവശ്യം പണിയുള്ളതാണ്. ടാങ്കൊക്കെ കഴിച്ച് അത്യാവശ്യം പണിയുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു സംഭവം വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡിലും ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ 2 സംഭവം ക്ലിയർ ആയിരുന്നു, കറക്റ്റായിട്ടില്ലാണ് നമ്മളിന്ന്. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. ഇനി നമുക്ക് ആകപ്പാടെ ഈ വണ്ടിയിൽ ഇനി ചെയ്യാൻ പറ്റുള്ളത് ടയർ. നമ്മളുടെ ഈ ടയർ മാറ്റുക, നല്ല വൃത്തിയുള്ളൊരു ഗ്രിപ്പുള്ളൊരു ടയർ വാങ്ങിച്ചിടുക, അത്രേ നമുക്ക് ചെയ്യാവുള്ളൂ. അതെന്തായാലും ഉടനെ ഈ മാസം തന്നെ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ്. അപ്പം നമ്മളുടെ സർവീസ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2ാമത്തെ സർവീസാണ് ആവുന്നത്. ആദ്യത്തെ സർവീസ് നമ്മളുടെ വണ്ടി എടുത്ത ഉടനെ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്കതിൻ്റെ കറക്റ്റായിട്ട് എത്ര ആയെന്നൊന്നും ഒരു ഇതില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഞാൻ എൻ്റെ എല്ലാ സർവീസ് ലിസ്റ്റ്, എത്ര രൂപയ്ക്ക് ബഡ്ജറ്റ് എല്ലാം ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ബുക്കില്ലേ, റോയൽ എൻഫീൽഡ് നമുക്ക് തരുന്ന ഒരു ബുക്കിൽ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്. അത് ഞാൻ റൂമിൽ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതാ വണ്ടി രാത്രി തന്നെ ഇതാ കൊണ്ടുവന്നു. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയാകാൻ പോകുന്നേ ഉള്ളൂ, നല്ല ഇരുട്ടായി. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ പരിപാടിയായിട്ട് ഇതാ സ്റ്റാറും ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളവിടെയും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സർവീസ് ചെയ്തു, ഞാനൊരു സന്തോഷമൊക്കെ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സംഭവം എല്ലാം കൂടെ തന്നെ 4,900 രൂപ അടുപ്പിച്ചായി. ഞാൻ ഇത് ഷോറൂമിൽ കൊടുത്ത് ചെയ്തെങ്കിൽ ഏകദേശം എനിക്കൊരു 7,000-8,000 രൂപ ആവുമായിരുന്നു. അത്രയൊന്നും എനിക്കായിട്ടില്ല. അതാണ് ഞാൻ പുറത്ത് കൊടുത്ത് ചെയ്തത്, കാരണം ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളും കഴിഞ്ഞാണ്. അപ്പോൾ ഇനി ഷോറൂമിൽ കൊടുത്ത് ചെയ്തിട്ട് വലിയ ഗുണവും കാര്യങ്ങളൊന്നുമില്ല, ഓവർ പൈസ ആവല്ലാതെ വേറൊരു കാര്യമില്ല. പിന്നെ ഇത്ര വൃത്തിക്ക് അവർ ചെയ്യത്തുമില്ല. അവർ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് എന്നാൽ എടുത്തുകൊണ്ട് പോകുന്നവർ പറയും. അതുകൊണ്ട് എന്തായാലും ഞാൻ പുറത്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളും തന്നെ അവിടുത്തെ ചേട്ടൻ
അവരുടെ അടുത്ത് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ വീഡിയോയുടെ ഇടയിൽ ഇടാം. അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇത്രയും ദിവസം വീഡിയോയുടെ ഇടയിൽ ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രേക്ക് പാഡൊക്കെ സെറ്റാക്കി ഇതാണ് സംഭവം. പുതിയ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചൊക്കെ തന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കട പോകുന്നുണ്ടെങ്കിൽ ഉദയംകുളങ്ങരയിലാണ് കട വരുന്നത്. ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര കഴിഞ്ഞ് ഒരു 3-4 കിലോമീറ്റർ ഉദയംകുളങ്ങരയുണ്ട്, അവിടെയാണ് റൈഡേഴ്സ് കഫേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ കോൺടാക്ട് നമ്പർ തരാം, നിങ്ങൾ വിളിച്ച് ഡീൽ ചെയ്തിട്ട് പൊക്കോളൂ. അത്യാവശ്യം നല്ലൊരു കട തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ചെയ്തു തരും. അപ്പോൾ എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തായാലും രാത്രിയായില്ല, ഇനി എന്തായാലും റൂമിൽ പോയിട്ട് കുറച്ച് ബുക്കിലും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരിപാടി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ ലൈക്കും കൂടെ അടിക്കി. എന്തായാലും കുറേ കഷ്ടപ്പെട്ടില്ല, അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് അടിക്കി. ബൈ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാൻ സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത്. ലാസ്റ്റ് പേജിലാണ് ഞാൻ എഴുതി വയ്ക്കുന്നത്. കണ്ടോ, ഇത്രയും സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എഴുതാൻ പോകുന്നത് എന്താ, ലാസ്റ്റ് എഴുതിയത് 2023 കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, ജസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. അപ്പോൾ എന്തായാലും ഞാൻ നോട്ട് ചെയ്തിട്ട് വരാം.